പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദനഹാകാലത്തിൻ്റെ 5-ാമത്തെ ആഴ്ചയുടെ വചന വിചിന്തനത്തിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ഈ ഞായറാഴ്ച ദിവസത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്ന 4 തിരുവചന വായനകൾ, അവയുടെ എല്ലാം ഒരു മുഖ്യ പ്രമേയം പാപത്തെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ലഭിക്കുന്ന സൗഖ്യവും രക്ഷയുമാണ്. ഇന്നത്തെ 1-ാം വായന ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഇസ്രായേൽ സമൂഹം അറിവില്ലാതെ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി പുരോഹിതൻ അർപ്പിക്കേണ്ട പാപ പരിഹാര ബലിയെക്കുറിച്ച് ഈ ഭാഗത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നു. പാപത്തിന് പരിഹാരം ചെയ്ത് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 2-ാം വായന ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ പ്രവാചകൻ ജെറമിയ പ്രവാചകന് ലഭിച്ച ദർശനമനുസരിച്ച് ജെറൂസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെ ഓർത്ത് ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന ദാനിയേൽ പ്രവാചകനെയാണ് ഈ 2-ാം വായനയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. 3-ാമത്തെ വായന ലേഖനം കൊളോസ്യോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 19 വരെ വാക്യങ്ങൾ. നമ്മുടെ പാപമോചനവും രക്ഷയും ഈശോയിലൂടെ ലഭിച്ചുവെന്നും അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചുവെന്നും പൗലോസ്ലീഹ ഈശോയുടെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഇവിടെ നമ്മളോട് പറയുകയാണ്. 4-ാം വായന സുവിശേഷത്തിൽ നിന്നുള്ളത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളാണ്. ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ് ഈ സന്ദർഭത്തിൽ തിരുവചനം നമ്മളോട് പറയുന്നത്. നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷത്തിൽ നിന്ന് 2 പ്രാർത്ഥനാ വിചാരങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കേറെ പരിചിതമാണ് ഈ തിരുവചന ഭാഗം. ഈശോയുടെ ദൈവത്വം വളരെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന, പാപം മോചിക്കുന്ന കാര്യത്തിലൂടെ താൻ ദൈവമാണെന്ന് ലോകത്തെ മുഴുവൻ ഓർമ്മിപ്പിച്ച എല്ലാവർക്കും പരിചിതമായ തിരുവചന ഭാഗത്ത് നിന്ന് 2 പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തിരുവചനം ഇങ്ങനെ പറയുന്നു: ഈശോ ഒരു വീട്ടിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആളുകളെല്ലാം ചുറ്റും കൂടി തിക്കി വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലമില്ലാതെ നിൽക്കുമ്പോൾ 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവരുന്നു. അവർ ഈശോയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ജനക്കൂട്ടം നിമിത്തം അത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് അവർ വീടിൻ്റെ മുകളിൽ കയറി മേൽക്കൂര പൊളിച്ച് കിടക്കയോടെ ഈ തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കുന്നു. ആളുകൾ ആത്മീയരാണെന്ന് നമുക്ക് പറയാം. അവർ ഈശോയുടെ ചുറ്റും കൂടി നിന്ന് ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലേറെ അത്യാവശ്യപ്പെട്ട് വരുന്ന ഒരാൾക്ക് വേണ്ടി ഒന്ന് വഴി മാറിക്കൊടുക്കുവാൻ ഈ ജനക്കൂട്ടത്തിന് മനസ്സില്ല. അവർക്കുള്ള കാര്യം വേണ്ടെന്ന് വയ്ക്കാനായിട്ട് തയ്യാറാകുന്നില്ല. വേണമെങ്കിൽ പറയാം, അവർ ഈശോയെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അവർ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഈ ജനക്കൂട്ടത്തിൻ്റെ മനസ്ഥിതി ഒന്ന് നോക്കൂ. തങ്ങളുടെ സൗകര്യവും സുഖവും ഒന്നും തങ്ങളെക്കാൾ അത്യാവശ്യമുള്ള ഒരാൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ശരിയായ ചിത്രം, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ആവറേജ് വിശ്വാസിയുടെ ചിത്രമാണ് ഇവിടെ ഈ ജനക്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞ് സുവിശേഷം വരച്ച് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവർ വളരെ ആത്മീയരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നവരാണ്, നോമ്പ് കാലങ്ങളിൽ നോമ്പെടുക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്. അതെല്ലാം തങ്ങളുടെ ഒരു ബോധ്യത്തിൽ നിന്ന് ചെയ്യുന്നു. പക്ഷെ അതിനപ്പുറം തൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരന്, തൻ്റെ കൂടെയുള്ള ഒരാൾക്ക് തന്നേക്കാൾ വലിയൊരു അത്യാവശ്യമുണ്ടെന്ന് കണ്ടാൽ തൻ്റെ ഇഷ്ടപ്പെട്ട കാര്യമൊന്ന് മാറ്റിവെച്ച്, തൻ്റെ സൗകര്യമൊന്ന് മാറ്റിവെച്ച് അവർക്ക് ഒരു വഴി ഒരുക്കി കൊടുത്ത് അവർക്കൊരു സൗകര്യമുണ്ടാക്കാൻ പലപ്പോഴും മനസ്സില്ലാത്തവർ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മൾ വളരെ സാധാരണമായി കാണുന്ന, നിത്യജീവിതത്തിൽ കാണുന്ന ഒരു ഉദാഹരണമാണ്. പലപ്പോഴും നമ്മുടെ റോഡുകളിൽ കൂടെ ആംബുലൻസ് ചീറിപ്പാഞ്ഞ് പോകുന്നു. പലർക്കും ഒന്ന് വഴി മാറി കൊടുക്കാമെങ്കിലും അവരവരുടെ ഒരു കംഫർട്ട് സോണിൽ ഡ്രൈവിങ് തുടരുകയാണ്. ആംബുലൻസിൽ ഒരു ജീവനും കയ്യിൽ പിടിച്ച് ഡ്രൈവർ പാഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ പ്രാധാന്യം, ഗൗരവം മനസ്സിലാക്കി
മാറിക്കൊടുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എല്ലാവരും ആയിട്ടില്ല. അവരവരുടെ സുഖം അല്ലെങ്കിൽ അവരുടെ ഒരു സൗകര്യം അല്ലെങ്കിൽ പലപ്പോഴും ട്രാഫിക് ബ്ലോക്കിൽ ആംബുലൻസുകൾക്ക് കുരുങ്ങിക്കിടക്കേണ്ടി വരുന്നു. തന്നേക്കാൾ അത്യാവശ്യമുണ്ട് ഈ ആംബുലൻസിൽ കിടക്കുന്ന രോഗിക്കെന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ അവർക്ക് കഴിയാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ ബസ്സിലേക്ക് കയറി വരുന്ന ക്ഷീണിച്ച പ്രായമുള്ള ഒരു യാത്രികൻ അല്ലെങ്കിൽ ഒരു യാത്രികയ്ക്ക് ഒരു സീറ്റ് മാറിക്കൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രായമുള്ള ഒരാൾ ഒരു ക്യൂവിൻ്റെ അവസാനത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ ഒരു പരിഗണന കൊടുത്ത് മുമ്പോട്ട് കയറി നിങ്ങളുടെ കാര്യം നടത്തിക്കൊള്ളൂ എന്ന് പറയാനുള്ള സന്നദ്ധത ഇല്ലാത്ത ആളുകളും ഇപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. ഈ ജനക്കൂട്ടത്തിൻ്റെ മനസ്സാണ്. ജനക്കൂട്ടം ഈശോയെ കേട്ടുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കുന്നു. മറ്റുള്ള തന്നേക്കാൾ വലിയ ആവശ്യത്തിൽ വരുന്ന ആളിന് വേണ്ടി ഒന്ന് മാറിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ആത്മീയരാണെന്ന്, യഥാർത്ഥത്തിൽ ആത്മീയരാണെന്ന് കാണിക്കേണ്ടത് സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നമ്മുടെ ആവശ്യത്തേക്കാൾ വലുതാണ് അവരുടെ ആവശ്യമെന്ന് മനസ്സിലാക്കി അവർക്ക് മുമ്പോട്ടൊന്ന് കയറിപ്പോകാൻ ഒരവസരം ഒരുക്കിക്കൊടുത്ത് നമ്മൾ സ്വയം ഒന്ന് പിന്മാറുമ്പോൾ അതാണ് യഥാർത്ഥ ആത്മീയതയെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ വരച്ച് കാണിക്കുകയാണ്. രണ്ടാമതൊരു പ്രാർത്ഥനാ ചിന്ത നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈശോ ഈ തളർവാദ രോഗിയെ തൻ്റെ മുമ്പിലേക്ക് കിടക്കയോടെ ഇറക്കപ്പെടുന്ന ഈ തളർവാദ രോഗിയെ കണ്ട് പറയുന്നു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നതനുസരിച്ച് ഈശോ തൻ്റെ പരസ്യജീവിതം തുടങ്ങുന്ന ആ സമയത്ത് താൻ ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. നിയമജ്ഞർ പറയുന്നതാണ്, ദൈവത്തിനല്ലാതെ ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക. ഈശോ അത് വളരെ ബോധപൂർവം പറയുന്നത് അതുതന്നെയാണ്, ഞാൻ ദൈവമാണ്, അതുകൊണ്ട് ഞാൻ പാപം ക്ഷമിക്കുന്നു. നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തളർവാദ രോഗവുമായി വന്ന ഒരാളോട് ഈശോ ആദ്യം പറയുന്നത് നീ എഴുന്നേറ്റ് നടക്കുക, നിനക്ക് സൗഖ്യമുണ്ടാകുക എന്നൊന്നുമല്ല, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ആ കാലത്തെ ഒരു യഹൂദ ചിന്ത, ആ കാലത്ത് വളരെ ശക്തി പ്രാപിച്ചിരുന്ന ഒരു ചിന്ത കൂടി ഈശോ ഇവിടെ കാണിക്കുകയാണ്. പല ശാരീരിക അസുഖങ്ങളുടെയും കാരണം ഉള്ളിൽ ക്ഷമിക്കാതെ കിടക്കുന്ന തിന്മകളാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന കാര്യത്തിന് സൗഖ്യം നൽകി ഈശോ അയാളെ പൂർണ്ണ ശരീരത്തിൻ്റെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെയാണ് നമ്മളൊരു നല്ല കുമ്പസാരത്തിൻ്റെ അല്ല ചിലപ്പോൾ തീരെ വയ്യാതെ കിടക്കുന്ന ഒരവസരത്തിൽ ഒരു രോഗീലേപനത്തിൻ്റെയൊക്കെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ അച്ഛന്മാർ കാണുന്ന ഒരു കാര്യമാണ്, നല്ല പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു രോഗീലേപനം സ്വീകരിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് പോലും സൗഖ്യം വളരെ പെട്ടെന്ന് കിട്ടുന്ന എത്രയോ സന്ദർഭങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഉള്ളിലാണ് മാറ്റം തുടങ്ങേണ്ടത്. അത് പിന്നീട് ശരീരത്തിലേക്ക് വ്യാപിച്ച് ശരീരത്തിനും സൗഖ്യം കിട്ടുന്ന ഒരു നല്ല ചിത്രം ഈശോ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഉള്ളിൽ നിന്ന് പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ പിന്നീട് അതിൻ്റെ ദൈവികമായ ശക്തി ശരീരത്തിലേക്ക് സൗഖ്യമായി പടരും. നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കപ്പെടാതെ കിടക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ വിട്ടുമാറാത്ത ചില ശാരീരിക അസ്വസ്ഥതകൾ നമുക്കുണ്ടാവാം. ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനും ഒക്കെ തയ്യാറാകുമ്പോൾ നമുക്ക് ശരീരത്തിലും സൗഖ്യം കിട്ടുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കുമ്പസാരത്തെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം കൂടി ഈ സൗഖ്യത്തിൻ്റെ സന്ദർഭം വരച്ചിടുന്നുണ്ട്. ഒരു പാപക്കിടക്കയെ കൂട്ടുപിടിച്ച് ഈ തളർവാദ രോഗി വരുന്നു. അത് അയാൾക്കൊരു ഭാരമാണ്. അയാൾ ആ കിടക്കയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതിൽ നിന്ന് മാറാൻ അയാൾക്ക് പറ്റുന്നില്ല. പക്ഷെ സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ, ഈശോയുടെ അടുത്ത് വന്ന് പോയി കഴിയുമ്പോൾ ആ കിടക്ക അയാൾ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അയാളെ ചുമന്നുകൊണ്ട് നടന്ന കിടക്കയെ അയാൾ ചുമന്നുകൊണ്ട് നടക്കുന്നു. അത് അയാളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു കാര്യമായിട്ട് കൂടി അയാൾക്ക് മാറുകയാണ്. അതുകൊണ്ട് നല്ലൊരു കുമ്പസാരം നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഭാരമായിരുന്നു അതൊക്കെ നമുക്ക് നമ്മുടെ ശക്തി തെളിയിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ ശക്തി പ്രാപിച്ചതിൻ്റെ അടയാളങ്ങളായി മാറും. നമ്മുടെ പാപങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ വളരെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താവുന്ന ഒരു കാര്യം, 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ ഈശോയുടെ അടുത്തേക്ക് എടുത്തുകൊണ്ടുവരുന്നു. ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ പലവിധ കാര്യങ്ങളാൽ പാപത്തിൻ്റെ തിന്മയുടെ ദംശനത്താൽ തളർത്തപ്പെട്ട് കിടക്കുന്ന തളർവാദ രോഗി നമ്മൾ ഓരോരുത്തരുമാണ്. 4 പേർ ചേർന്ന് നമ്മളെ എടുത്ത് ഓരോ ദിവസവും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. 4 പേർ 4 സുവിശേഷങ്ങളാണ്. മത്തായിയും മർക്കോസും ലൂക്കായും യോഹന്നാനും എഴുതിയ 4 സുവിശേഷങ്ങൾ നമ്മളെ എടുത്ത് നമുക്ക് പോലും അത്ഭുതം തോന്നത്തക്ക രീതിയിൽ പല മേൽക്കൂരകളും പൊളിച്ച് പല
തടസ്സങ്ങളും മറികടന്ന് കടമ്പകളും മറികടന്ന് ഈശോയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് സൗഖ്യമാണ്. തിരുവചനം വായിക്കുമ്പോൾ, തിരുവചനം ശ്രവിക്കുമ്പോൾ, സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് ഈ 4 സുവിശേഷകന്മാർ നമ്മളെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈശോ നമുക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ അടുത്തെത്തി സൗഖ്യവും സന്തോഷവും പാപമോചനവും സ്വീകരിച്ച് നമുക്ക് ഈശോ ഈ മകനെ തിരിച്ചയക്കുന്നത് പോലെ നീ വീട്ടിലേക്ക് പോവുക, അവൻ എല്ലാവരുടെയും മുമ്പിൽ കാണുക, എല്ലാവരുടെയും കൺമുമ്പിലൂടെ സാക്ഷ്യമായി കടന്നുപോയി. ഈശോയുടെ അടുത്ത് വന്ന് സൗഖ്യവും രക്ഷയും സ്വീകരിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ, നമ്മുടെ വീട്ടിലുള്ളവരുടെ മുമ്പിൽ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമായി, ഈശോയെ അനുഭവിച്ചതിൻ്റെ സാക്ഷ്യമായി ജീവിക്കാൻ നമുക്കും ഈ തളർവാദ രോഗിയെപ്പോലെ സാധിക്കട്ടെ. അനുഗ്രഹദായകമായ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.